ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അലി മഹേഷ്. ഇന്ന് നമുക്കൊരു ചക്ക ചാടി വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചക്ക വേവിക്കാൻ അറിയാത്തില്ല എന്ന് ഈ തൊട്ടടുത്ത ദിവസവും പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചക്ക എങ്ങനെ കൃത്യമായിട്ട് വേവിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അതിനൊരു വെട്ടുകൊത്തി വേണം, ഒരു പിച്ചാത്തി വേണം, മുഖ്യമായിട്ടും ചക്ക വേണം, അതിൻ്റെ കറ കളയാനായിട്ട് ചകിരി വേണം. ഈ കറ കയ്യെ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ ആദ്യം പുരട്ടണം. അപ്പോൾ ഇതെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചക്ക പരിപാടി തുടങ്ങാം. അപ്പോൾ ചക്ക എങ്ങനെ നല്ല രീതിയിൽ വേവിക്കുന്നതെന്ന് കണ്ടല്ലൂരിലെ അലി മഹേഷ് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി ആരും ചക്ക വേവിക്കാൻ അറിയത്തില്ല എന്ന് പറയരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ചക്ക കട്ട് ചെയ്യാം. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഒറ്റ വെട്ടിനൊക്കെ പൊളക്കുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം. ചക്ക ചാടി വീണതുകൊണ്ട് നമ്മൾ ഇട്ടതൊന്നുമല്ല, അതിൻ്റെ ഇഷ്ടത്തിന് വീണതാണ്. അപ്പോൾ അത് പൊട്ടാണോ വിളഞ്ഞതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്താ അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചക്കയാണെങ്കിലും ചുളയൊക്കെ ഉണ്ട്. നമുക്ക് വേവിക്കാൻ എന്തായാലും ഉണ്ട്. നമുക്ക് നോക്കാം. നല്ല കറയുണ്ട് കേട്ടോ, നല്ല കറയുണ്ട്. അമ്മയ്ക്ക് പേടിയാ വെട്ടുകൊത്തി തറയിലൊക്കെ കൊള്ളുമോന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട്. പക്ഷേ ചിലപ്പം തറയിലൊക്കെ കൊണ്ടുവന്നിരിക്കും. കൈയൊന്നും പറ്റാത്തതുകൊണ്ട് വളരെ പാടാ. എന്നാലും നമുക്ക് വേവിച്ച് കിട്ടി ഇഷ്ടംപോലെ ചക്ക തിന്നുന്നുണ്ട് കേട്ടോ. അക്കമാരൊക്കെ വേവിച്ച് തരുന്നതുണ്ട് ചക്ക. അപ്പോൾ ഇത് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിയണം. മിക്കവാറും ചക്ക വേവിച്ച് തരുന്ന അക്കമാരുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ഇതുപോലെ പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ കറയുണ്ട്, ചകിരി, അതിനാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. കറയൊക്കെ തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ട് ഇച്ചിരി പാടാണ് ചക്കയൊക്കെ വേവിച്ച് തിന്നണമെങ്കിൽ, പക്ഷെ എന്നാൽ എളുപ്പമാണ്. ഇതുപോലെ ഇപ്പം ചെത്തിക്കളഞ്ഞ എളുപ്പമാണ് നമുക്ക് ചുളയെടുക്കാനാണ്. വലിയ വിളവായില്ല, വേവിക്കാൻ പറ്റുമോ? ഇതുപോലെ ചുള വറിച്ച് നമ്മൾ എടുക്കാം. ഈ ചക്കയുടെ ഒരു സാധനങ്ങളും കളയാത്തവരുണ്ട് കേട്ടോ. ചക്കയുടെ അതായത് ഈ ഒരു സാധനം മാത്രം കളഞ്ഞ് ഇതിൻ്റെ ചകിണി വരെ എടുക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ചകിണി എന്തായാലും ഒന്നിനും എടുക്കുന്നില്ല തൽക്കാലം. ചക്ക എടുത്തിട്ട് കുറച്ച് ഇത് ചെത്തി കളഞ്ഞിട്ട് ഒരു 2-3 പീസ് നമ്മൾ ചക്കയുടെ തൊണ്ടിടുന്നുണ്ട്. ഒന്നുമില്ല ചക്കയുടെക്കകത്ത് കളയാനായിട്ട്, ഒന്നുമില്ല. അത്രയും ഗുണമുണ്ട് ചക്കയുടേത്. അതും ഈ പറഞ്ഞ പോലെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുള കുറവാണ് ഈ ചക്കയ്ക്കകത്ത്. എന്ന് വെച്ചാൽ വലുതാകാൻ കിടക്കുക, എന്തോ പറ്റി ചാടി വീണതാണ്. അപ്പോൾ അത് ചക്ക എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ.
നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, ചക്കയെല്ലാം ചുളയൊക്കെ പറിച്ചതാണ് നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ചക്കയാണെങ്കിലും ചെറിയ ചുളയാണെങ്കിലും അത്യാവശ്യം വേവിക്കാനുള്ളത് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ തൊണ്ട് നമ്മൾ ചെത്തി വൃത്തിയാക്കി ഒരു 2-3-4 പീസ്. ഇത് കൂടിയാലും ഒരു കുഴപ്പമില്ല, ഇത് മാത്രം വേവിച്ച് കഴിക്കുന്നവരുണ്ട്. ഞാനൊക്കെ ചക്ക മാത്രം വേവിച്ച് ഇന്ന് കാലമൊക്കെ ഉണ്ട്, പണ്ട് എൻ്റെ ചെറുതിലെയൊക്കെ. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചകിണിയും നമുക്ക് ഉപയോഗിക്കാം. ഈ തൊണ്ടല്ലാത്തത് മീൻസ് ഈ പുറമേ ഉള്ള തൊലി മാത്രം കളഞ്ഞിട്ട് എല്ലാം എടുക്കുന്നതുണ്ട്. പിന്നെ ചക്കക്കുരുവും നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറിയ ചക്കയാണെങ്കിൽ അത്യാവശ്യം ചുളയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എന്താ, നമ്മൾ എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്ക പ്രത്യേകം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കയുടെ തൊണ്ടില്ലേ, അതും ഞാൻ പ്രത്യേകം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു എന്തായാലും നമുക്കിതിൽ ഉപയോഗിക്കണം. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ചക്കക്കുരുവിൻ്റെ അത്രയ്ക്കും ഗുണങ്ങളാണ്. അപ്പോൾ അത് ചക്കക്കുരു എടുക്കുമ്പം ഈ പണ്ട് നമ്മൾ ഈ തൊലി ഒരു തുള്ളി പോലും വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അന്ന് പണ്ടൊക്കെ വീട്ടിൽ ചെത്തി കൊടുക്കണമായിരുന്നു. ഇപ്പം അതല്ല, ഇപ്പം ഇതിനാണ് ഏറ്റവും നല്ല ഗുണം. ഇതിൻ്റെ പുറമേ ഉള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കുക്കറിലേക്കിട്ട് എങ്ങനെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേവിക്കാനുള്ള കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ തൊണ്ടില്ല, അതിനൊരു ഇത്തിരി വേവുള്ളത്, അതുകൊണ്ട് നമ്മൾ ആദ്യം അതങ്ങ് ഇട്ടേക്കണം. അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചക്കക്കുരു ഇടാം. അല്പം വേവുള്ളതുകൊണ്ട് ആ തൊണ്ട് ആദ്യം ഇട്ടേ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് ഈ ചക്ക ഇടാം. ചക്ക അരിഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിനുള്ളത് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് അടുപ്പയിലേക്ക് വയ്ക്കാം. അപ്പം നമ്മളിതാ കുക്കർ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. ഒരു മാക്സിമം 3 വിസിൽ, അതിൻ്റെ അപ്പുറത്തോട്ട് ആവശ്യമില്ല. നല്ലതായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതിനി വേവുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിന് വേണ്ടുന്ന അരപ്പും കൂടെ തയ്യാറാക്കാം. ചക്കയുടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ഇല്ല ഇത് കേട്ടോ. നമ്മുടെ ചക്കയ്ക്ക് ആവശ്യമുള്ള തേങ്ങാപ്പീരേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്തിട്ടുള്ളൂ. ഒരു ഇത്തിരി എരിവൊക്കെ കിട്ടുവാണെങ്കിൽ ചക്ക വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇച്ചിരി വെളുത്തുള്ളി കൂടിയെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ കറിവേപ്പില ഞാൻ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ട് അരയ്ക്കാറുണ്ട് കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഞാൻ ആവശ്യത്തിന് ഇടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അരപ്പില ഞാൻ എപ്പോഴും ഉപ്പിട്ട് അരച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ എന്താ, നമ്മൾ 3 വിസിലടിച്ച് ഭംഗിയായിട്ട് ചക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ അല്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി ഒന്ന് കമത്തി വെള്ളം ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പം ചക്കയ്ക്ക് നമ്മൾ കടുക് വറുക്കാനായിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് ഇടുന്നത് കുറച്ച് ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അരപ്പ് കടുക് വറുക്കുന്നതിൻ്റെ അകത്ത് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ചക്ക കുറച്ച് ലാസ്റ്റ് ചെയ്ത് നിരുന്നോളും, ചീത്തയാവത്തില്ല വൈകുന്നേരം വരെയൊക്കെ. അപ്പോൾ അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാവട്ടെ. കടുക് വറുക്കുന്നതിന് വേണ്ട ഞാൻ വറ്റൽ മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഞാൻ കടുക് വറുക്കാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കടുക് വറുത്ത് അരപ്പ് ഈ ഒരു പാകത്തിന് വേണം നമുക്ക് അരപ്പെടുത്ത് മിക്സ് ചെയ്ത് വെക്കാൻ. ഇത്രയും അരഞ്ഞാൽ മതി. കണ്ടോ, നമുക്കിനി ഇതൊന്ന്
വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കടുക് ഇടും. കാരണം കടുക് ഇടുമ്പോഴത്തേക്ക് ചട്ടിക്കകത്ത് ഇടക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. പാചകം എല്ലാം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ വേണം ചെയ്യാൻ. മുളക് ഇട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം, എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം അതൊന്ന് നോക്കട്ടെ. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പും കൂടെ അങ്ങ് തട്ടിയിട്ട് കൊടുക്കാം. ഈ അരപ്പിടുന്നതെന്ന് വെച്ചാൽ മൂക്കുവാണെങ്കിൽ നമുക്കിത് വളിക്കത്തില്ല. ചക്ക വൈകുന്നേരം വരെയൊക്കെ നല്ല ഫ്രഷായിട്ടിരുന്നോളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് അരപ്പ് ചൂടാക്കി തന്നെ ഇടുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യാം. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും അരപ്പ് അതിലേക്ക് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനൊരു കരുതലിന് വേണ്ടിയിട്ട് ഇങ്ങനൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ആവശ്യത്തിനൊക്കെ ഉപ്പ് ചേർത്തയാ, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഇനി വരുന്നില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ അരപ്പൊന്ന് മൂത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിനി ഇത് ചക്കയിലേക്ക് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് വേണം. അരപ്പ് ചക്കയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അന്നേരം അങ്ങ് കുഴയ്ക്കുമല്ല. നമ്മൾ വെന്ത ചക്കയിലേക്ക് അരപ്പിട്ടിട്ടുണ്ട്. ആ അരപ്പ് പെട്ടെന്ന് നമ്മളങ്ങ് കുഴച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഒന്ന് മൂടി അല്പനേരവും കൂടെ ഒന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. നമ്മളിതാ അരപ്പൊക്കെ ഇട്ട് ഒന്നോടെ ആവിയൊക്കെ കയറ്റിയെന്ന് വെച്ചാൽ ഇതിലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നോടൊന്ന് ചൂടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എല്ലായിടും അരപ്പ് നല്ല രീതിയിൽ ചെല്ലണം. അത്ര കഷ്ടപ്പാടൊന്നും അല്ല കേട്ടോ. ഒരു 2-3 കൈയൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ എളുപ്പം ഇത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അവധി ദിവസങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുവാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സമയമില്ലാത്തവർക്ക് നല്ലതായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇത് എല്ലായിടും അരപ്പ് ചെല്ലണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പ് എല്ലായിടവും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. നന്നായിട്ട് അരപ്പായിട്ടുണ്ട്. എല്ലായിടും അരപ്പായിട്ടുണ്ട്. നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ട് കുഴച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി കഴിച്ചും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. കണ്ടോ, ഞാൻ ആ കടുക് വറക്കുമ്പം ഇച്ചിരി കൂടുതൽ മുളകും ഒക്കെ ചേർക്കും. അപ്പോൾ അതൊരു കാണാനൊക്കെ ഒരു ഭംഗിയാണ്. ഇച്ചിരി എരിവൊക്കെ കിട്ടും നമുക്ക്. ഇതിനിപ്പം കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാം. നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കാം. നല്ല ഭംഗിയായിട്ട് നമ്മൾ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ കായൽ മീനെ നമുക്ക് കിട്ടുന്നുള്ളൂ. കടൽ മീൻ കിട്ടുന്നുള്ളെന്നല്ല, കടമീൻ വാങ്ങിക്കുന്നില്ല. അപ്പം ചെറിയ മീനാണ് പള്ളത്തിയാണ് കിട്ടിയേക്കുന്നത്.
വള്ളത്തി വറുത്തിട്ടുണ്ട്, വള്ളത്തി കറിയും വെച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല കോമ്പിനേഷനാണ് പുളിശ്ശേരി. ആ പുളിശ്ശേരിയും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. ഇനി ചക്ക ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നാരും പറയരുത്, അത്രയും ഭംഗിയായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മൾ മീൻസ് ഞാൻ ചക്ക വേവിക്കുന്നൊന്നും ചോറ് കഴിക്കത്തില്ല, ചക്ക മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. ഡയറ്റിൻ്റെ ഭാഗമായിട്ടും നല്ലതാണ് കേട്ടോ അത്. നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുതും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.